കർഷകർക്ക് നെല്ലിന്റെയോ അതുപോലെ തന്നെ നാളികേരത്തിന്റെയോ സംഭരണ വില കൊടുക്കുന്നു എന്ന് പറയുന്നതിൽ ആരും അതൊരു ഔദാര്യമാണ് എന്ന് കരുതേണ്ട കാര്യമില്ല. ഈ സമൂഹത്തിൽ നിന്ന് തന്നെ നികുതിയായിട്ട്, നികുതിയേതര വരുമാനമായിട്ട് ഓരോ സർക്കാരും സമാഹരിക്കുന്ന പണം, ആ പണം ഖജനാവിലെത്തുന്നു. അത് ഖജനാവിൽ നിന്ന് ഒരു ഭാഗം എടുത്താണ് സംഭരണ വില കൊടുക്കുന്നത്. അതായത് സമൂഹത്തിൽ നിന്ന് സമാഹരിക്കുന്ന വരുമാനം, അതിന്റെ ഒരു ഭാഗം എടുത്താണ് സമൂഹത്തിന്റെ തന്നെ ഭാഗമായ കർഷകരുടെ കൃഷിയിൽ നിന്ന് സംഭരിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? ആ സമൂഹത്തിലെ എല്ലാവർക്കും ആഹാരം ലഭ്യമാകുന്നതിന് വേണ്ടിയാണ്. അതായത് പാവപ്പെട്ടവർക്കും ധനികർക്കും എല്ലാവർക്കും ആഹാരം ലഭ്യമാകുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ സംഭരിക്കാതിരുന്നാൽ ഒരുപക്ഷെ ധനികൻ പോലും പട്ടിണി കിടക്കേണ്ടി വരും. കാരണം നല്ല വിലയുണ്ടാകുന്ന സമയത്ത് കർഷകന്റെ കയ്യിൽ നിന്ന് ഈ നെല്ലൊക്കെ സംഭരിക്കുന്ന വലിയ കുത്തക വ്യാപാരികൾ അവർ പൂഴ്ത്തിവെക്കും. അതും അല്ലെങ്കിൽ വില വർദ്ധിക്കുന്നത് വരെ പൂഴ്ത്തിവെച്ച് വില വർദ്ധിക്കുമ്പോൾ വിൽക്കും. അങ്ങനെ എന്താണ് പറയുക, ആർട്ടിഫിഷ്യൽ ദൗർലഭ്യം, കൃത്രിമമായി ദൗർലഭ്യം സൃഷ്ടിച്ച് വില കയറ്റാനോ പട്ടിണിയെ സൃഷ്ടിക്കാനോ ഒക്കെ കുത്തകകൾക്ക് കഴിയും എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതാണ്. അങ്ങനെ ഇന്ത്യയിൽ നിത്യം സംഭവിച്ചിരുന്നു 1966. അതുകൊണ്ടാണ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം കൊണ്ടുവന്നത് തന്നെ. അതായത് നമ്മുടെ ഈ ഇപ്പോഴത്തെ റേഷൻ വിതരണ സമ്പ്രദായം കൊണ്ടുവന്നത് തന്നെ. അങ്ങനെ റേഷൻ പാവപ്പെട്ടവനെയും ധനികനെയും ഒരുപോലെ കാത്തുരക്ഷിക്കുന്നു. എന്ന് വെച്ചാൽ ധനികൻ റേഷൻ വാങ്ങിച്ചാണ് കഞ്ഞി കുടിക്കുന്നത് എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പാവപ്പെട്ടവന് അന്നം കിട്ടുമ്പോൾ തീർച്ചയായും ധനികന് വേണ്ടി, അതായത് എത്ര പൂഴ്ത്തിവെച്ചാലും വില വളരെയധികം ഒന്നും ഉയരത്തിലേക്ക് പോകാൻ ഒക്കില്ല, പൂഴ്ത്തിവെപ്പും നടക്കില്ല. അതായത് വില കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ ഓഹരി മാർക്കറ്റിലെ ഊഹക്കച്ചവടം പോലെ അരി മാർക്കറ്റിലും ഊഹക്കച്ചവടം നടക്കുമെന്നുണ്ടെങ്കിൽ മാത്രമേ ഊഹക്കച്ചവടവും പൂഴ്ത്തിവെപ്പും നടക്കൂ. അതേ സമയത്ത് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വഴിയായിട്ട് സാധാരണക്കാർക്ക് എല്ലാം ലഭ്യമാകുന്നു, റീസണബിൾ ആയിട്ടുള്ള വിലയിൽ അരി ലഭ്യമാകുന്നു എന്ന് വന്നാൽ പൂഴ്ത്തിവെപ്പിന് പ്രസക്തി ഇല്ലാതെ വരും. അപ്പോൾ ധനികർക്കും റീസണബിൾ ആയിട്ടുള്ള പ്രൈസിൽ തന്നെ അവര് റേഷൻ വാങ്ങുന്നില്ലെങ്കിലും റേഷൻ കാർഡ് ഇല്ലെങ്കിലും അവർക്കും ലഭ്യമാകും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ അങ്ങനെയുള്ള ഈ സംഭരണ സമ്പ്രദായത്തിനെ അട്ടിമറിക്കാതെ കൃത്യമായ രീതിയിൽ കേന്ദ്രം നിശ്ചയിച്ച വിലക്കെങ്കിലും സംഭരിക്കുക. ആ സംഭരണത്തിന്റെ വില കർഷകനെ ക്യൂ നിർത്താതെ, കർഷകന് പാഡി റെസീറ്റ് ഷീറ്റ് കൊടുക്കാതെ, കർഷകനെ കൊണ്ട് കണ്ണീരണിയിക്കാതെ, ആത്മഹത്യ ചെയ്യിക്കാതെ കൃത്യമായ പണം കൊടുത്തുകൊണ്ട് മാത്രം നെല്ല് അളന്നു വാങ്ങാനുള്ള ആ സാമാന്യ മര്യാദ സർക്കാർ കാണിക്കണം. സർക്കാർ കാണിച്ചില്ലെങ്കിൽ എന്താ വരാൻ പോകുന്നത് എന്ന് കൊണ്ടറിയേണ്ടി വരും എന്ന് പറഞ്ഞാല്, പാലക്കാട്ടെ കർഷകരോട് ഞാന് കാർഷിക മേഖലയിലെ PhDക്കുള്ള വർക്കിന് വേണ്ടി ചെന്നപ്പോൾ അവരെന്നോട് പറഞ്ഞ കാര്യം എൻ്റെ ഓർമ്മയിലുണ്ട്. 60 വയസ്സ് കഴിഞ്ഞവർ മാത്രമേ കൃഷിയിലുള്ളൂ, ബാക്കിയുള്ളവരെല്ലാം കൃഷി വിട്ടു പോയെന്ന്. ആ 60 കഴിഞ്ഞവർ 70 കഴിഞ്ഞ് 80 കഴിഞ്ഞ് കൃഷിയില്ലാതെ അവരുടെ മരണാനന്തരം കൃഷിയില്ലാത്ത ഒരു കേരളത്തെ സ്വപ്നം കാണേണ്ടി വരും. അതുകൊണ്ട് അതായത് 1975-76 8,76,000 ഹെക്ടർ നെൽകൃഷി ചെയ്തിരുന്ന കേരളത്തിൽ, അതായത് അന്ന് 13.5 ലക്ഷം ടൺ അരി ഉൽപ്പാദിപ്പിച്ചിരുന്ന കേരളത്തിൽ ഇപ്പോൾ 1,93,000 ഹെക്ടറിൽ മാത്രമാണ് നെൽകൃഷി ചെയ്യുന്നത്. ഉൽപ്പാദിപ്പിക്കുന്ന നെല്ലോ 5.5 ലക്ഷം ടൺ മാത്രം. അപ്പൊ നമുക്ക് ആവശ്യമുള്ള 10-15% അരിയെ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ എന്ന് ഓർത്തുകൊണ്ട് അതെങ്കിലും തുടർന്നു പോകണം. ഇല്ലെങ്കില്, അതായത് ഇന്ത്യയിൽ എവിടെയും അരി കിട്ടാൻ പറ്റാത്ത ഒരവസ്ഥ വന്നാൽ, ലോകത്തെവിടെയും ഭക്ഷ്യധാന്യങ്ങൾക്ക് ക്ഷാമം വന്നാൽ കേരളത്തിലുള്ളവർ ശരിക്ക് പട്ടിണി കിടന്ന് മരിക്കുന്ന ഒരവസ്ഥ വരും. അങ്ങനെ ഉണ്ടാകാതിരിക്കണമെങ്കിൽ കൃഷിയെ നാം പരിപോഷിക്കണം, സംഭരണ വില കൃത്യമായി കൊടുക്കണം, കർഷകരെ ചേർത്ത് നിർത്തണം. കാർഷിക ജോലി വൃത്തി ഒരു വെള്ള കോളർ ജോലിയാണ് എന്ന ധാരണ സമൂഹത്തിൽ വരത്തക്ക രീതിയിൽ ഉള്ളതായിരിക്കണം സർക്കാരിന്റെ കൃഷിയോടുള്ള നയരൂപീകരണവും സമീപനവും.